BJP കൗൺസിലർ ആർ സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാക്കി LDFും UDFും. വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ ചേരാൻ കോർപ്പറേഷന് കത്ത് നൽകിയിരിക്കുന്നു. 40 ദിവസമായി കോർപ്പറേഷൻ കൗൺസിൽ ചേരാത്തത് ചട്ടലംഘനമെന്നാണ് കുറ്റപ്പെടുത്തൽ. 30 ദിവസത്തെ ഇടവേളയിൽ കൗൺസിൽ ചേരണമെന്നാണ് ചട്ടം. കഴിഞ്ഞ 2 തവണ നടന്ന കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. അവധി അപേക്ഷയും സുഗതൻ നൽകിയിരുന്നില്ല. മൂന്നാമതും സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യതാ ഭീഷണി നേരിടും. 29-ന് സാധാരണ കൗൺസിൽ യോഗം ചേരുമെന്ന മേയർ VV രാജേഷ് പറയുന്നു. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDFിൽ അനിശ്ചിതകാല റിലേ സത്യഗ്രഹം തുടങ്ങിയിരിക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കോർപ്പറേഷനിൽ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. സുഗതനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ LDFും കോൺഗ്രസും പറയുന്നത്? സ്മൃതി, ഈ വിഷയത്തിൽ ഒരു പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇരുവരും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. UDFും അതുപോലെ തന്നെ LDFും ഇതിനോടകം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 40 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇത് തന്നെ ചട്ടലംഘനമാണ് എന്നുള്ളതാണ് UDFിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള KS ശബരിനാഥൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം 30 ദിവസത്തിനകം ഈ കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ടതാണ്. 40 ദിവസം പിന്നിട്ടിട്ടും ഇത് വിളിച്ചു ചേർക്കാത്തതിന് പിന്നിൽ ഈ വാഴോട്ടുകുണം വാർഡ് കൗൺസിലറായിട്ടുള്ള ആർ സുഗതനെ സംരക്ഷിക്കാനുള്ള BJPയുടെ നീക്കമാണ് എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തുള്ളവർ ഉന്നയിക്കുന്നത്. ഇതിനോടകം ഇപ്പോൾ LDFിന്റെ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ഇന്നലെയാണ് ആരംഭിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇന്നലെയ്ക്കു ശേഷം ഇന്നും അത് തുടർന്നു വരികയാണ്. ഇന്നിപ്പോൾ സിന്ധു ശശിയും അതുപോലെ തന്നെ RP ശിവജി അടക്കമുള്ള കൗൺസിലർമാരാണ് ഈ സത്യാഗ്രഹം ഇരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാകും. കാരണം ഇത് അയോഗ്യനാക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് LDFും UDFും ഉന്നയിക്കുന്നത്. കാരണം 40 ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക കൗൺസിൽ വിളിക്കാത്തതിന് പിന്നിൽ മേയർ VV രാജേഷ് ഉന്നയിക്കുന്നത് 29-ാം തീയതി സാധാരണ കൗൺസിൽ വിളിച്ചു ചേർക്കാമെന്നാണ് ഇതിന് മറുപടിയായിട്ട് മേയർ പറയുന്നത്. പക്ഷേ അത് പറ്റില്ല. പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർത്ത് ഇത് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 30 ദിവസത്തിനുള്ളിൽ സാധാരണ രീതിയിൽ കൗൺസിൽ ചേർന്ന് വന്നിരുന്നു. ഇതിൽ ആർ സുഗതൻ കഴിഞ്ഞ 2 തവണത്തെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന് കാരണമായി അവധി അപേക്ഷ പോലും നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്ത കൗൺസിലിൽ നിർബന്ധമായിട്ടും ആർ സുഗതൻ പങ്കെടുക്കണം. പക്ഷേ ആർ സുഗതൻ ജയിലിലായ സ്ഥിതിക്ക് ഇനി പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ട്. നിലവിൽ 101 വാർഡ് കൗൺസിലർമാരിൽ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഭരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആർ സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാൽ പ്രതിസന്ധിയിലാകുന്നത് BJP തന്നെ ആയിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുന്നതിൽ ഒരു കാലതാമസം വരുത്തി BJP മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ UDFും LDFും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 3 തവണയാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. പക്ഷേ കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ LDF അനിശ്ചിതകാല റിലേ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുന്നത് വരെ ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് LDF പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.